ഹോർമൂസ് കടലെടുക്ക് തുറക്കാൻ അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇറാന് കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് രാത്രിയോടെ ഇറാന്റെ അവസാനമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളായിരിക്കും ഇന്ന് രാത്രി ഉണ്ടാവുകയെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ അതിശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും വ്യക്തമാക്കി. അതിനിടെ ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട യുഎന്നിൽ ബഹ്റൈൻ കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെട്ടു. വിവിധ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം തുടരുകയാണ് ഇറാൻ. എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത, വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇറാനും തോറ്റു പിന്മാറില്ല, മരിക്കാൻ പോലും തയ്യാറാണ് എന്ന് പറയുന്നു. അവരും സജ്ജമാണ് എന്നതല്ലേ അത് വ്യക്തമാക്കുന്നത്? ഗൾഫ് മേഖലയ്ക്ക് ഇത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്? തീർച്ചയായും അശ്വതി, ഗൾഫ് മേഖലയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്. ഒപ്പം തന്നെ പിന്നോട്ടില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനവും കൂടുതൽ ആശങ്ക ഉയർത്തുകയാണ്. ഇന്ന് രാത്രിയോടെ ഇറാന്റെ അവസാനം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ അനുവദിച്ച സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് ട്രംപ് ഇത്തരത്തിലൊരു ഭീഷണിയുമായി രംഗത്തെത്തിയത്. അതായത് ഈ ട്രംപ് പറഞ്ഞ ഈ സമയം അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് സമയങ്ങൾ കൂടി മാത്രം അവശേഷിക്കുന്നു. ഈസ്റ്റേൺ സമയം രാത്രി 8 മണിവരെയാണ് ഈ ഡൊണാൾഡ് ട്രംപ് ഇറാന് സമയം അനുവദിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ 5:30, UAE സമയമായി താരതമ്യം ചെയ്യുമ്പോൾ പുലർച്ചെ 4 മണി. ആ ഒരു സമയത്തിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നും അതുപോലെ തന്നെ ഈ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കണം എന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. അത്തരത്തിൽ ഇറാൻ തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ ആക്രമണം, അതായത് ഇന്ന് രാത്രിയോടുകൂടി ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ അതിശക്തമായ ഒരു പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ താനും ഈ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും തന്നോടൊപ്പം മരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം എന്ന നിലയിൽ പുറത്തു വന്നത്. അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രം ചർച്ച എന്നൊരു നിലപാടിൽ ഇറാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഒരു ഭീഷണി സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണമുണ്ടായി. ഇറാന്റെ റെയിൽവേയും അതുപോലെ തന്നെ പാലങ്ങളും ആക്രമിച്ചു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഗാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനിയും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ കൂടി പുറത്തു വരികയാണ്. ഇപ്പോൾ ട്രെയിൻ യാത്ര ഒഴിവാക്കണമെന്ന് ഇറാനികൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവന് ഭീഷണിയാകും എന്ന രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, അത്തരത്തിലുള്ള മണിക്കൂറുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ ഇറാൻ ഇതിന് തയ്യാറാകില്ല എന്ന് അവർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതുപോലെ ശക്തമായ ഒരു ആക്രമണവുമായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുമോ, അതല്ല ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വലിയ നിർണായകമായ ഒരു മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത്. ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ് അമേരിക്കയുടെ തുടർ നീക്കങ്ങൾ എന്ത് എന്നത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണർത്തുന്ന മണിക്കൂറുകളാണ്. ഇപ്പോ കഴിഞ്ഞ 28-ാം തീയതിയാണ് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആദ്യമായി ഇറാൻ ആക്രമണം നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ 1 മാസങ്ങൾ പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോഴും ആക്രമണം തുടരുന്നു. ഇന്നും വിവിധ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. UAE-യിൽ ഇന്ന് ആക്രമണമുണ്ടായി. ഒപ്പം തന്നെ കുവൈറ്റിൽ ആക്രമണമുണ്ടായിരുന്നു, സൗദി അറേബ്യയിൽ ആക്രമണമുണ്ടായിരുന്നു, ബഹ്റൈനിൽ ആക്രമണമുണ്ടായിരുന്നു. അങ്ങനെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമിട്ട് ഇപ്പോഴും ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനൊപ്പം തന്നെ ആശങ്ക ഉണർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ പ്രഖ്യാപനമാണ്. അതായത് അമേരിക്ക ഇറാനിൽ അതിശക്തമായ ഒരു ആക്രമണം നടത്തിയാൽ ഈ സമീപ മേഖലയിലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തും എന്ന പ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. അതാണ് ആശങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. അശ്വതി, ശരി രഞ്ജിത്ത്, അതാണ് എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഉള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ രാത്രിയോടെ ഇറാനെ തകർത്ത് കളയുമെന്ന വലിയ ഭീഷണിയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതേസമയം ആ ഭീഷണിക്ക് വഴങ്ങിയില്ലെന്ന് ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ.